യൂദ 20-21 വാക്യങ്ങൾ. യൂദയുടെ ഒരു ലേഖനം ഒരേ ഒരു അധ്യായം മാത്രമാണ്. 20-21 വാക്യങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശ്വസ്ത വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. യൂദയുടെ പുസ്തകത്തിൽ നൽകുന്ന ഇത് വലിയൊരു പ്രഖ്യാപനം യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിന്റെ, യഥാർത്ഥ ആത്മീക ജീവിതത്തിൽ ഉണ്ടാകേണ്ട 4 കാര്യങ്ങളെ പറ്റിയാണ് യൂദ നമ്മോട് സംഭാഷിക്കുന്നത്. ഒന്നാമതായി ഉണ്ടാകേണ്ട ഒന്നാമത്തെ സംഭവം, ആത്മീക വർധനവിനായി വിശ്വാസം ആവശ്യമാണ്. വാക്യം ഇപ്രകാരമാണ്: നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. ആത്മീക വർധനവ് വരണമെങ്കിൽ ആദ്യമായി വിശ്വാസത്തിന്റെ പ്രോജ്വലനം ഉണ്ടാകണം. വിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് ആത്മീക ജീവിതത്തിന്റെ അന്തസത്തയും മൂല്യവും കൂടുന്നത്. വിശ്വാസത്തിന്റെ മാറ്റു കൂടുമ്പോൾ ആത്മീകതയുടെ മാറ്റും കൂടിക്കൊണ്ടേയിരിക്കും. രണ്ടാമതായി കാണുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മ നിറവോടുകൂടെ ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിപ്പാൻ കഴിയണം. വേദപുസ്തകത്തിൽ കാണുന്നത് പോലെ ഹന്ന ദേവാലയത്തിൽ നിന്ന് ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുന്നതായി നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുപോലെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മ നിറവിൽ പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ആത്മീക ജീവിതങ്ങൾക്ക് രണ്ടാമതായി കഴിയണം. മൂന്നാമതായി കാണുന്ന സന്ദേശം, നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. ആത്മീക ജീവിതത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് നിത്യജീവനാണ്. യഥാർത്ഥത്തിൽ വേദപുസ്തകം വരച്ചു കാട്ടുന്നതും ഈ നാട്ടിലെ ജീവിതത്തിന് ശേഷമുള്ള മറ്റൊരു ജീവിതം, നിത്യജീവന്റെ ജീവിതത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ അവിടെ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. അവസാനവും നാലാമത്തേതുമായി യൂദ നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീക ജീവിതത്തിന്റെ 4ാമത്തെ തൂണ് ഇപ്രകാരമാണ്: ദൈവ സ്നേഹത്തിൽ സ്വയം സൂക്ഷിക്കുക. ദൈവത്തോടുള്ള സ്നേഹം, ദൈവീകമായ സ്നേഹം, ഈ 2 സംഗതികളിൽ സ്വയം സൂക്ഷിക്കുവാൻ, സ്വയം നിലനിൽക്കുവാൻ കഴിയുമ്പോഴാണ് ആത്മീക ജീവിതത്തിന്റെ വർധനവ് ഉണ്ടാകുന്നത്. ഈ 2 വാക്യങ്ങൾക്കും നൽകാവുന്ന തലവാചകം ഇപ്രകാരമാണ്: ആത്മീക വർധനവ് വരുത്തുവാൻ ഉള്ള 4 വഴികൾ എന്ന് വേണമെങ്കിൽ നൽകാം. ഇപ്രകാരം ആത്മീയ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ ആത്മീയതയിൽ ആനന്ദിക്കുവാൻ കഴിയുന്നത്.